അതായത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴേ ഒരു പക്ഷിരാജൻ പരുന്തുംകുട്ടി നമ്മളെ കളിയാക്കുകയാണ്. അതായത് ടൈമിങ് തെറ്റിയിട്ട് ആളുകൊണ്ട് വരും, അപ്പം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ വീട്ടിൽ വന്നിട്ട് കാര്യമില്ല, കണ്ടൻറ്റുകൾ തരാം പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിഞ്ഞു വന്നിരിക്കുകയാണ് ഒരു സ്ഥലത്ത്. ആ വാള് നമ്മളെ സ്വീപ്പാക്കാം. ഇപ്പോഴൊന്നും വരുന്ന ലക്ഷണമില്ല, ഭയങ്കര ജാട. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വെറും ശബ്ദം മാത്രം കേൾപ്പിച്ച് തരാം. അപ്പോൾ ഞാനൊന്ന് സൈലൻ്റ് ആവുകയാണ്. പിന്നെ നമ്മളെ തോളത്ത് എന്താണ് ഈ തുണ്ട് ഇട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഈ കളറ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരാളെ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബാക്കിലിരിക്കുന്നുണ്ടാവും, നെയ്സിൽ വന്ന് തലയിലും ഇരിക്കും തോളത്തും ഇരിക്കും, വല്ലാണ്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അതിലൂടെ ഞാൻ വല്ലാണ്ട് സംസാരിക്കാൻ നിൽക്കാത്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യം ആക്രമിക്കാൻ വരികയാണ്, പക്ഷേ അത് അതിൻ്റെ സ്നേഹം കാട്ടുകയാണ്. ആക്രമിക്കുകയാണെങ്കിൽ അറിയാമല്ലോ, പരുന്ത് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊക്കുകൊണ്ടും കാലുകൊണ്ടും ഒരേ സമയം ആക്രമിക്കും. അപ്പോൾ അതതിൻ്റെ സ്നേഹം കാട്ടാൻ വരികയാണ്. അപ്പോൾ അതുമാതിരി തന്നെയാണ് വന്യജീവികളൊക്കെ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ട് ഇല്ലെങ്കിൽ, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയാണ്. ഇദ്ദേഹം നിരുപദ്രവകാരിയാണ്. നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട് ആള്. ഇവിടെ അടുത്തെങ്ങാനും ഇദ്ദേഹത്തിൻ്റെ കൂടുണ്ടാവും. അപ്പോൾ ഞങ്ങളിവിടെ കടുന്നൽ എന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കൂടുണ്ട്, വാസസ്ഥലം. അത് ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ ഡേഞ്ചർ പിടിച്ച പണിയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഹത്ത് കുത്തും. പക്ഷെ എന്നെ ഒന്നും ചെയ്യൽ പതിവില്ല, ഞങ്ങൾ ഭയങ്കര ഇണക്കത്തിലാണ്. അല്പസമയം